അമ്മേ ഞാൻ എന്ത് ചെയ്യാനാ? നീ ഒന്നും ചെയ്യണ്ട. എടാ കള്ളത്തരം കാണിക്കാൻ മാത്രമേ നിനക്ക് അറിയാവൂ. നിന്നെ കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. ശ്രുതി, ഇവൻ കൊടുക്കേണ്ട കാശ് ഞാൻ വാങ്ങിച്ചു കൊടുക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. കാശിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. നിന്റെ അച്ഛനോട് കാശ് അയച്ചു തരാൻ പറ. മൊത്തം കാശ് അവർക്ക് കൊടുത്ത് തീർത്തേക്കാം. അമ്മേ അതിന് സുധീർ അച്ഛൻ ജയിലല്ലേ ഉള്ളത്? നിനക്ക് കട പറഞ്ഞായി കാശ് അയച്ചു തന്നിരുന്നില്ലേ? ജയിലിലാണെങ്കിലും വേറെ വഴിക്ക് അദ്ദേഹത്തിന് കാശ് അയച്ചു തരാൻ പറ്റും. ഇവനെ കൊണ്ട് കാശ് കൊടുക്കാനൊന്നും പറ്റില്ല. ഞാൻ വീണ്ടും എല്ലാവർക്കും മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ടി വരും. മോളെ, നിന്റെ അച്ഛനോട് പെട്ടെന്ന് കാശ് അയച്ചു തരാൻ പറ. പറഞ്ഞേ പറ്റൂ. എനിക്കിപ്പോ നേരിട്ട് അച്ഛനെ വിളിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ ഇളയച്ചനെ വിളിച്ച് പറയാം. കേട്ടല്ലേ പറഞ്ഞത്? നിന്നെ കെട്ടിയതുകൊണ്ട് ഇവിടെ പെട്ടു, നിന്നെ പ്രസവിച്ചതുകൊണ്ട് ഞാനും പെട്ടു. എല്ലാത്തിനും കാരണം അമ്മേ. ഞാനോ? അതെ, എന്നെ പ്രസവിച്ചതോടെ അമ്മ സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു. സച്ചിയെ പ്രസവിച്ചതാ എല്ലാത്തിനും പ്രശ്നം. പ്രശ്നേ അവനല്ല, നീ ഒറ്റ ഒരുത്തനാ. നിന്നെ ഞാൻ പ്രസവിക്കരുതായിരുന്നു. മോളെ പെട്ടെന്ന് കാശ് അയക്കാൻ പറ. അച്ഛനെ ചായ എടുക്കാൻ ഇപ്പൊ വേണ്ട മോളെ. സച്ചി വടക്കേ പൈസ ഓട്ടം വിളിച്ച പൈസ അതൊക്കെ അച്ഛന്റെ കേരളത്തിലെ ഓട്ടോ അല്ലേ? അതൊക്കെ അച്ഛൻ വാങ്ങിച്ചു. അതൊന്നും പറ്റില്ല. ഒന്നാമത് നിന്ന് പോയി 300 പൈസ വേണമെങ്കിൽ നീ വാങ്ങിക്കോളൂ. അപ്പൊ ഞാൻ വാങ്ങാം. രേവതി, എനിക്ക് കോഫി കിട്ടിയില്ല. അതെ, കപ്പിന് നിന്റെ അടുത്തേക്ക് വരാൻ കാലില്ല. അവൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെന്നെടുത്ത് കുടിക്കും. അമ്മ എവിടെ ഉണ്ടായിരുന്നോ? ഞാൻ വിചാരിച്ചു വന്ന ക്ഷീണത്തിൽ ഉറങ്ങിക്കാണുന്നു. അങ്ങനെ ഉറങ്ങുന്ന ശീലമുള്ളവൾ അല്ല ഈ കലാവതി. എന്ന് 4 മണിക്ക് എണീക്കും, 6 മണിക്കുള്ളിൽ വയലിൽ പോകും. എന്നെ സഹായിക്കാൻ ആരുമില്ല. നിനക്കെന്താ പഠിക്കാനുള്ളത്? നിനക്ക് 3 മരുമക്കളുണ്ടല്ലോ. സമയത്ത് വെച്ച് മുമ്പിൽ തരില്ലേ? അമ്മയ്ക്ക് മരുമകളായി ഞാനില്ലേ? അച്ഛനെ നാട്ടിൽ പോകുമ്പോഴേ അമ്മയോട് കുടിക്കും. എല്ലാ ജോലികളും അമ്മ ചെയ്തോളൂ. അച്ഛനൊക്കെ കാര്യം കെട്ടിയിരിക്കാം. ഞാൻ മനസമാധാനത്തോടെ ജീവിക്കുന്നത് നിനക്ക് പിടിക്കുന്നില്ല. എന്നെ ആരും സഹായിക്കണ്ട. എനിക്ക് വേണ്ടത് ചെയ്യാൻ ഞാൻ മതി. എന്താ അച്ഛനെ? എന്ത് പറ്റി? ഓ, പാടത്തുള്ള നിപ്പല്ലേ, ഇടയ്ക്കിടയ്ക്ക് കാലിൽ നീര് വരും. പിന്നെ സച്ചിമോന്റെ കൈകളുണ്ട്. പിന്നെ ഞങ്ങളുടെ എവിടെ തിരുമാൻ പറ്റില്ലേ? അച്ഛമ്മേ, പൊറോട്ട അടിക്കുന്ന കയ്യാ. നല്ല കൈപ്പുണ്യാ. എന്നാലേ ഈ കാലം നീ വരുമ്പോ ശ്രീധരൻ വിളിച്ചാൽ ഓണം കഴിക്കാൻ തരും. ഞാൻ ഈ ദോശ ഉണ്ടാക്കി വെക്കാം. സച്ചിട്ട് കുടിച്ചിട്ടോ. അവന് മാത്രമല്ല എല്ലാവർക്കും വേണ്ടത് പെട്ടെന്ന് ഉണ്ടാക്കും. ഇവിടെ മറ്റുള്ളവർക്കും ജോലിക്ക് പോകണം. നിനക്ക് എന്ത് ജോലിയുള്ളത്? രേവതി അവളുടെ ഭർത്താവിന് ദോശ ഉണ്ടാക്കി കൊടുക്കും. നീ നിന്റെ ഭർത്താവിന് ദോശ ഉണ്ടാക്കി കൊടുക്കണം. ഞാനോ? നീ തന്നെ. നീയല്ലേ ഇവന്റെ ഭാര്യ. അപ്പുറത്തെ വീട്ടിലെ മീനാക്ഷിയോട് വന്ന് ദോശ ഉണ്ടാക്കി കൊടുക്കാൻ പറയാൻ പറ്റുമോ? അച്ഛനെ എല്ലാവർക്കും വേണ്ടി ഞാൻ. അച്ഛൻ പറയുന്ന കേട്ടാ മതി. ഇവരിങ്ങനെ അച്ഛനെ എല്ലാത്തിനും രേവതി, നീ നിന്റെ ഭർത്താവിന് ദോശ ഉണ്ടാക്കി കൊടുത്താൽ മതി. ചന്ദ്രൻ, നീ രവിക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കുക. അയ്യോ, അപ്പൊ എനിക്ക് ഉണ്ടാക്കി തരും. ഞാൻ അവിടെ കഴിക്കും. നിനക്ക് നിന്റെ ഭാര്യയില്ലേ, അവളോട് ഉണ്ടാക്കി തരാൻ പറ. അച്ഛനെ ശ്രുതിയോ? അതെ. ഞാനോ? നീ തന്നെ. അയ്യോ അച്ഛനെ, അതെ, ഈ ടേസ്റ്റ് ഇല്ലാത്ത ഭക്ഷണം കഴിച്ചാൽ എന്റെ ചിന്തകൾ അത് ബാധിക്കും. ഒന്നുമില്ലെങ്കിൽ ഞാനൊരു ബിസിനസ് ആയിട്ടില്ലേ, അതെന്റെ ബിസിനസിനെയും പ്രോഫിറ്റിനെയും ബാധിക്കും. അവൾ ഉണ്ടാക്കി തരുന്ന ദോശ കഴിച്ചിട്ട് മതി. ശ്രീകാന്തേ, എന്താ നിന്റെ ഭാര്യയോട് നിനക്ക് ദോശ ഉണ്ടാക്കി തരാൻ പറ. അയ്യോ അച്ഛമേ, അച്ഛമേ, ശ്രീകാന്തിനെ ഞാൻ അടുക്കളയിൽ സഹായിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ദോശ ചുടാൻ അറിയില്ല അച്ഛമേ. അങ്ങനെയാണ് പഠിക്കുന്നത്. ഉണ്ടാക്കി നോക്ക്. ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. ഈ ഭാര്യമാർക്ക് ആര് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും? നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങൾ ഭർത്താക്കന്മാർ ഉണ്ടാക്കി കൊടുക്കണം. ഗുഡ് ഐഡിയ അച്ഛനെ. ഞാൻ എന്ത് ചെയ്യും? അല്ല ഇതൊക്കെ വേണമേ? വേണം. 2 അടുപ്പിൽ ഒരേ സമയത്ത് 2 പേര് ദോശ ഉണ്ടാക്കണം. അപ്പൊ പെട്ടെന്ന് കഴിയും. ആദ്യം രവീൻ ചന്ദ്രൻ. അടുക്കളയിലേക്ക് ചെല്ല്. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ചെല്ല്. ജവേട്ടാ, മാവ് അയ്യോ തീ കുറച്ച് ജവേട്ടാ. അച്ഛമേ നോക്കി. എന്താ ഇവിടെ നിൽക്കുന്നത്? ഇങ്ങ് വന്നേ, ഇങ്ങ് വാ, ഇവിടെ നിൽക്കും. അല്ല എന്തിനാ അച്ഛനെ പറയുന്നത് വിളിച്ചത്? നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ എന്താ ഘോഷയാത്ര നടക്കുന്നുണ്ടോ? നോക്കി നിൽക്കാനായിട്ട്. അച്ഛനെ അമ്മ അച്ഛനോട് മിണ്ടി അച്ഛനെ. രണ്ടുപേരും ദോശ ഉണ്ടാക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ കണ്ട് രസിക്കണ്ട. നമ്മുടെ അച്ഛനമ്മയില്ലേ? ഈ സമയം കൊണ്ട് നിങ്ങൾ ആണുങ്ങൾ 3 പേരും പോയി പച്ചക്കറി മുറിക്കും. ഞങ്ങൾ അച്ഛനെ നിങ്ങൾ തന്നെ. ജോലി ചെയ്യുമ്പോഴേ അപ്പൊ അവന് മേലെ എനിക്ക് പറഞ്ഞതനുസരിച്ച് പോയി പച്ചക്കറി മുറിക്കും. മുറിക്കാം. നിനക്ക് എത്ര വേണം? എനിക്ക് 4 മതി. 4 മതിയോ? എന്നാ 5 ആയിക്കോട്ടെ. നിങ്ങൾ എല്ലാവരും കൂടി കരുതി കൂട്ടി സവാള കെട്ടി എന്നെ മുന്നിട്ടല്ലേ? ആരാണ് ചെയ്യോ? സവാള കട്ടി ഇപ്പൊ കണ്ണ് കിട്ടിയാൽ മതി. കണ്ണിന് ഉണർന്നില്ല. ഒന്ന് പറഞ്ഞു കൊടുക്കണം. ആണോ? അതെനിക്കറിയില്ലായിരുന്നു. അത് 7 ഡിഗ്രിയിൽ അതില്ലായിരുന്നു അല്ലേ? എത്ര സവാള വേണമെങ്കിൽ ഞാൻ കെട്ടിയാ. ഇത് നേരത്തെ പറയാറുണ്ടല്ലോ. എവിടെ കത്തി? എവിടെ സവാള? ഇരിക്കുന്ന സവാള സവാള കെട്ടിയാണ് പറഞ്ഞത്, അല്ലാതെ കയ്യിൽ വരലല്ല. എന്റെ വിരൽ കെട്ടാവുന്ന കാണാനാണല്ലേ കണ്ണു കെട്ടാൻ പറഞ്ഞത്. ശ്രുതി, ദോശമാവ് ഒഴിക്കുമ്പോ ദോശ എങ്ങനെ വലുതാവുന്നേ? അതെ, കുറച്ച് വെള്ളവും വളവും കൊടുക്കുക. അപ്പൊ അത് വളർന്ന് വലുതായിക്കോളും. അതിന് മൂവാണ്ടമാവുന്നല്ലോ, ദോശമാവല്ലേ? ഇങ്ങനെ പരത്തണം. അപ്പൊ ദോശ വലുതാവും. ഇതുപോലെ സർക്കിളാക്കാൻ ഇത്തിരി പാടാണല്ലേ? അത് സുധിയാണ് ആക്കുന്നെങ്കിലേ ദോശ ശ്രീലങ്കയുടെ ഭൂപടം പോലെ ഉണ്ടാവും. ഇനി മറിച്ചിട്ട്. അതെനിക്കറിയാം. ഇങ്ങനെ എടുത്തിട്ട് എന്തേ കാണിക്കുന്നേ? നീയല്ലേ പറഞ്ഞത് മറിച്ചിടാൻ? തമാശ കാണിക്കല്ലേ. എന്നെ മറിച്ചിടാനല്ല പറഞ്ഞ, ദോശ മറിച്ചിടാനാ. ഓ ദോശ. ഇത് ഇങ്ങനല്ലേ? പതിയിളക്ക്. അറിയാം. നീ ഒന്ന് പറഞ്ഞ കോൺസെൻട്രേഷൻ കളയല്ലേ? ദോശ പൊട്ടി തറന്നു പോയല്ലോ. ഇതെല്ലാം കൂടി കെട്ടി തൂക്കി കൊടുത്ത് ഞാൻ ഇത്രേ കിട്ടിയുള്ളൂ. കല്ലുള്ള ബാക്കി ദോശേ നാളെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാം. സുധിക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ലേ ഇത്. ദോശ ഇടാനോ അറിയത്തില്ല. ഈ ചിന്നഭിന്നമായ ദോശ നമുക്ക് അച്ഛനക്ക് കൊടുത്താലോ? എങ്കിലേ സുധി അച്ഛമ്മ ചിന്നഭിന്നാക്കും. അയ്യോ വേണ്ട, എന്നാലും സ്വട്ടം വേണ്ട. ഈ അച്ഛമ്മയുടെ ഒരു കാര്യം. ഇതുകൊണ്ടൊക്കെ നന്നായാ മതിയായിരുന്നു. അച്ഛമേ, ഐഡിയ ഒക്കെ കൊള്ളാം. അച്ഛമ്മയ്ക്ക് എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതി എന്ന് പറയല്ലേ? ഇന്ന് ഒരു ദിവസത്തേക്ക് ഞാൻ അങ്ങ് ക്ഷണിച്ചു. സുധി ഉണ്ടാക്കുന്നത് ദോശയല്ല, ദോശ പുളിച്ചി പൗഡറിടത്തിലെ കഴിക്കേണ്ടത്. അങ്ങനെ തന്നെ കിട്ടണം. ചേച്ചി, എനിക്ക് ദോശ ഉണ്ടാക്കാൻ അറിയില്ല. എനിക്ക് വേണ്ടി ചേച്ചി ഉണ്ടാക്കി തരുമോ? ഡബിംഗ് സ്റ്റുഡിയോയിൽ ഡെയിലി കുമ്മല വാങ്ങിക്കാറുണ്ട്. ഇനി മുതലേ ചേച്ചിയുടെ കൈ മേടിക്കാൻ ഞാൻ മാനേജറോട് പറയാം. നീ ടെൻഷൻ ആവാതെ ഞാൻ നിനക്ക് ദോശ ചുട്ടു തരാം. അച്ഛനെ ഇത് സമ്മതിക്കരുത്. എന്താ സുധി പൂക്കൾ കൊടുക്കാനുള്ള ഓർഡർ രേവതിക്ക് വർഷം വെച്ച് കൊടുക്കും. പകരം രേവതി വർഷത്തിൽ ദോശ കൊടുക്കും. ഇത് ശരിയാണ് അച്ഛനെ? ആണോ? ഇത് സമ്മതിക്കുന്നത് അച്ഛനെ? അതൊന്നും പറ്റില്ല. പക്ഷേ നീ തന്നെ ദോശ ചുടണം. സുധീഷ് അറിയത്തുണ്ട്. സുധി എടുത്ത് ചുട്ടത്. പക്ഷെ നീ തന്നെ ചുടണം. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ചുടാം. അത് കഴിക്കേണ്ടത് ശ്രീകാന്ത് ആണല്ലോ. അനുഭവിച്ചോ? അങ്ങനല്ല, ഒഴിച്ചിട്ട് അവര് നിൽക്കുന്നില്ല ശ്രീകാന്ത്. ഞാൻ പഠിപ്പിക്കാം. പിടിച്ചോ. എന്നിട്ട് മാവ് ഇങ്ങനെ കോരിയെടുത്ത് ഇങ്ങനെ ഒഴിക്കണം. എന്നിട്ട് പതിയെ ഇങ്ങനെ ഇറക്കണം. കണ്ട? റൊമാൻറ്റിക് ആയിട്ടാണല്ലോ ദോശയൊക്കെ ചുടുന്നത്. ഇതിന്റെ പേരാ റൊമാൻറ്റിക് ദോശ. അല്ല ശ്രീകാന്ത്, ഇനി എന്താ ചെയ്യണ്ടേ? ദോശ നന്നായി വെന്തതിന് ശേഷം മറിച്ചിടണം. എന്തേ കാണിക്കുന്നേ?
അതാ ശ്രീകാന്തല്ലേ ദോശ മറിച്ചിടാൻ പറഞ്ഞേ ഇവിടെ ദോശക്കല് മറിച്ചിടാനല്ല പറഞ്ഞത്, ദോശ മറിച്ചിടാനാ പറഞ്ഞത്. നീ ചൂടാവുന്ന എന്തിനാ? എടി, നീ ഇത് കരുതി കുടിച്ചില്ലേ? അടുക്കളയിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയല്ലേ നീ ഇത് ചെയ്തേ? നീ പോയെ, ഞാൻ ചെയ്തോളാം. പോകാൻ പറ്റില്ലല്ലോ. ഞാൻ ഉണ്ടാക്കിയ ദോശ മാത്രമേ ശ്രീകാന്തിന് കഴിക്കാൻ പറ്റൂ. അതാ അച്ഛമ്മയുടെ കൽപ്പനയല്ലേ. ശരി ശരി, ദോശ ഉണ്ടാക്കി ഞാൻ വിളിക്കാം. സച്ചിയുടെ നന്നായിട്ട് ദോശ ഉണ്ടാക്കുന്നുണ്ടല്ലോ. എവിടെ നിന്ന് പഠിച്ചേ? അത് ഞാനേ ശ്രീകാന്തിനോട് കോഴ്സിന് പോലും പിന്നെ എനിക്ക് ചെറുതൊക്കെ ഉണ്ടാക്കാൻ അറിയാം. ചെറുപ്പത്തിലെ അച്ഛന്മാരുടെ കൂടെ നമുക്ക് പഠിച്ചതാ. ഞാനേ എനിക്കൊരു സ്പെഷ്യൽ ദോശ ഉണ്ടാക്കി തരാൻ പോകുന്നത്. ഇതിന്റെ മുകളിൽ വേറൊരു സാധനം കൂടി ചേർക്കും. അതെന്താ ചേർക്ക? അത് സീക്രട്ട്. നീ കാണിക്കേ, നീ കണ്ട അടങ്ങി ചേർത്തു. എടാ കൊള്ള. എന്താ അവിടെ എന്താ പറ്റിയ? ഒന്നുമില്ല അച്ഛനെ, സച്ചിയുടെ കൈ ചെറുതായിട്ട് പൊള്ളിയതാ. ദോശ ആരെങ്കിലും വരുന്നത് എടുക്ക്. എന്തെങ്കിലും ആവോടെ ഇപ്പൊ ശരിയാക്കി തരാം. ഒപ്പിട്. ഒപ്പിടാനോ? എവിടെ? ഞാൻ എവിടെ ഒപ്പിടേണ്ടത്? ഉപ്പിടാനല്ല പറഞ്ഞത്, ഉപ്പെടുക്കാൻ. ഓ അതായിരുന്നു. ഞാനൊരു ബിസിനസ്മാൻ ആയതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഒപ്പിന്റെ ചിന്ത വരും. ഒരു ബിസിനസ് മാനേജറിന്റെ കാര്യമേ ഞാൻ എപ്പോഴും ഒപ്പിന്റെ കാര്യം ആലോചിച്ചോണ്ടിരിക്കുന്നത്. എന്ത് കളിക്കുന്നത്? ഞാൻ ഉപ്പിട്ടല്ലോ, അത് മതി. അല്ല അത് നിന്റെ വക, ഇനി എന്റെ വക കുറച്ചുകൂടി. ഏട്ടന്റെ കറിയില് ഏട്ടൻ കഴിക്കുമ്പോ ഇട്ടാ മതി. ഇതിലെന്തേലും ഉണ്ടാ? എല്ലാത്തിനും അതിന്റേതായ അളവുണ്ട് ദാസാ. ഞാൻ ആരുടെയും ദാസനൊന്നുമല്ല, മുതലാളിയാണ് മുതലാളി. എങ്ങനെയാണ് പോകുന്നതെങ്കിലേ കുറച്ച് നാൾ കഴിയുമ്പോ മുതലാളി തൊഴിലാളിയാവും. എടാ, നീ നിന്റെ കരുനാക്കെടുത്ത് വളക്കാവറ. ഒരു മനുഷ്യന് നന്നാവുന്ന ഇഷ്ടമല്ല. ശരി, വേണ്ട അവിടെ കുറച്ചിങ്ങോട്ടേക്ക് കൈ പൊടി. എന്ത് ചൂടാണ് സൂപ്പർ ടേസ്റ്റാ. നീ ഒന്നൊന്നര കുക്ക. ഞാനിത് തരാൻ വേണ്ടി വന്നതാ. സുധി ഇത് എനിക്ക് ഓണം തന്നത്. അപകടം മണക്കുന്നില്ല.